നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. പ്രധാനമായും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച കണ്ണൂരും വയനാടും ഇന്ന് അതിശക്തമായ മഴയാണ് ഉണ്ടായത്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അടുത്ത 5 ദിവസം നമുക്ക് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് ആ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും തന്നെ മഴ മുന്നറിയിപ്പുകളുണ്ട്. വടക്കൻ കേരളത്തിൽ മഴക്കെടുതി അതിരൂക്ഷമാണ്. മഴയ്ക്കൊപ്പം ആശങ്കയായി പകർച്ചപ്പനി വ്യാപിക്കുന്നു എന്നതും നമ്മുടെ മുന്നിലുള്ള വിവരമാണ്. കൊച്ചിയിലെ ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമാകുന്നുണ്ട്. സാധാരണ നിലയിൽ കേരളത്തിന്റെ പൊതുജീവിതത്തിൽ പരിഭ്രാന്തി പരത്തുന്ന തരത്തിലേക്കാണ് ഈ മഴക്കെടുതികളും അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളുടെ വ്യാപനവും നമ്മുടെ മുന്നിൽ വാർത്തകളായി നിൽക്കുന്നത്. വളരെ വലിയ ജാഗ്രതയും കരുതലുമൊക്കെ ആവശ്യമായിട്ടുള്ള മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അനാവശ്യമായ യാത്രകൾ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്ക് ഉള്ളത് ഒഴിവാക്കണം. തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ആ കാര്യങ്ങളിൽ മുൻകരുതലുകൾ ആവശ്യമാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ, പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇന്നത്തെ മഴ കാഴ്ചകൾ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ അവർ എത്രത്തോളം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തത്സമയ റിപ്പോർട്ടുകൾ നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെ തരത്തിൽ അവർക്ക് ആശ്വാസം എത്തിക്കാൻ കഴിയും എന്ന ചോദ്യം അവശേഷിപ്പിക്കുന്നുണ്ട് ഈ ഓരോ ദൃശ്യങ്ങളും. പ്രധാനമായും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച 2 ജില്ലകൾ കണ്ണൂരും അതോടൊപ്പം തന്നെ വയനാടും. അവിടെ മഴക്കെടുതികൾ അതിരൂക്ഷമാണ്. വടക്കൻ ജില്ലകളിലാണ് മഴക്കെടുതി ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. അവിടെ നിന്നുള്ള തത്സമയ റിപ്പോർട്ടുകൾ, അതോടൊപ്പം തന്നെ അതിഥികളും ഈ വൈകുന്നേരം നമുക്കൊപ്പം ചേരും. പകർച്ചവ്യാധി വ്യാപനം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ വൈകുന്നേരം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക്. പലയിടങ്ങളിലും മഴക്കെടുതികളുടെ വാർത്തകളാണ് വരുന്നത്. ഇനി ഉള്ള ദിവസങ്ങളിലും ഇനിയുള്ള മണിക്കൂറുകളിലും അതിശക്തമായ മഴ, പ്രത്യേകിച്ച് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 3 ജില്ലകൾ കേരളത്തിൽ ഇപ്പോഴുണ്ട്: കാസർഗോഡും കണ്ണൂരും അതുപോലെ വയനാടും. അതോടൊപ്പം തന്നെ പകർച്ചവ്യാധി ഭീഷണിയും നമ്മൾ നേരിടുന്നുണ്ട്. ഡോക്ടർ എൻ എം അരുൺ, IMA പ്രതിനിധി, നമ്മളോടൊപ്പം ചേരുന്നൊപ്പം തന്നെ പൊതുപ്രവർത്തക ശ്രീമതി കുസുമം പുന്നപ്പറയും നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ എൻ എം അരുൺ, ഇപ്പോൾ ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പകർച്ചവ്യാധികളുടെ വ്യാപനം എന്നത് ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഈ മഴക്കാലത്ത് സാധാരണ നിലയിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത് പലതരത്തിലുള്ള, ഇപ്പോൾ മലമ്പനി വരെ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം, എലിപ്പനി രൂക്ഷമാകുന്നു, ഈ കളമശ്ശേരി, കാസർഗോഡ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഡെങ്കു പനി രൂക്ഷമാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള പനികൾ, പകർച്ചവ്യാധികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഈ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എലിപ്പനിയൊക്കെ ഇനി കൂടുതൽ വ്യാപിക്കാനുള്ളൊരു സാഹചര്യവും സാധ്യതയും ഒക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്താണ് കേരളത്തിൽ ഇപ്പോൾ ഈ പകർച്ചവ്യാധികൾ ഇത്രയധികം ഉണ്ടാകാനുള്ള സാഹചര്യം? ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് ആളുകൾ സ്വീകരിക്കേണ്ടത്? കനത്ത മഴ പെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ധാരാളം വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പേടിക്കേണ്ട എലിപ്പനിയാണ്. എലിപ്പനി തന്നെയാണ് കുറച്ച് മാരകമായ ഒരു പനി തന്നെയാണ്. അപ്പോൾ വെള്ളക്കെട്ടിൽ കൂടെ നടക്കാതെ ജോലി ചെയ്യാനോ സ്കൂളിൽ പോകാനോ ഒക്കെ പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതി വരുമ്പോൾ ഈ എലിപ്പനി നമ്മുടെ ഈ എലിയുടെ മൂത്രം അല്ലെങ്കിൽ മറ്റ് ജന്തുജാലങ്ങളുടെ ഈ രോഗാണു വഹിക്കുന്ന മൂത്രം നമ്മുടെ മുറിവുകളിൽ വന്നാലാണ് നമുക്ക് ഈ അസുഖം വരുന്നത്. അപ്പൊ എലിപ്പനിയെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത്. വെള്ളക്കെട്ടുകളിൽ കുറെ നേരം നിൽക്കേണ്ടി വരുന്ന ആളുകൾ ഡോക്സിസൈക്ലിൻ എന്ന ടാബ്ലറ്റ് ആഴ്ചയിൽ 200 മില്ലിഗ്രാം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് വരാതിരിക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഈ പോലീസുകാരും അതുപോലെ തന്നെ ഈ വർക്കേഴ്സ്, ജോലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന, നിർബന്ധമായിട്ട് അവർക്ക് വെള്ളക്കെട്ടിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകൾ ആരൊക്കെയാണെങ്കിലും അവരെല്ലാവരും തന്നെ ഈ ഡോക്സിസൈക്ലിൻ കഴിച്ചിട്ട് എലിപ്പനി നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. പിന്നീടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ ഇപ്പൊ മലേറിയ വരുന്നുണ്ട്, മലമ്പനി. ഇത് രണ്ടും കൊതുകാണ് ഇതിന് കാരണം. അപ്പൊ കൊതുക് നിർമ്മാർജ്ജനമാണ് ഏറ്റവും പ്രധാന വഴി. ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഇത്രയധികം മഴയുള്ളപ്പോൾ നമുക്ക് ഡ്രൈ ഡേ ഒന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഡ്രൈ ഡേ ഒന്നും നമുക്ക് ആക്കാനും പറ്റില്ല. പക്ഷെ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ അത്രയും കുറയ്ക്കാൻ നോക്കുക. അതുപോലെ തന്നെ കൊതുക് വരാതിരിക്കാനുള്ള പരിപാടികൾ എന്തൊക്കെയാണ് ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി ഈ മത്സ്യമുള്ള വെള്ളക്കെട്ടുകളിൽ കൊതുകുകൾ അധികം ഉണ്ടാവില്ല. കൊതുക് മുട്ടയിട്ട് പ്രചരണം നടത്തില്ല. അപ്പൊ മത്സ്യമുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാവില്ല. ഡെങ്കി വരുന്നത് തെളിഞ്ഞ വെള്ളത്തിലാണ്. തെളിഞ്ഞ വെള്ളത്തിലാണ് ഡെങ്കി വരുന്നത്. മലമ്പനി വരുന്ന കൊതു അനോഫിലസ് മോസ്കിറ്റോ കലങ്ങിയ വെള്ളത്തിലാണ്. അപ്പൊ രണ്ടാണ്. അപ്പൊ ഇങ്ങനെ ശക്തിയായ മഴ പെയ്യുമ്പോൾ സാധാരണ ഡെങ്കി ഒന്ന് വിട്ടു നിൽക്കും, കാര്യമായിട്ടുണ്ടാവില്ല. പക്ഷെ എലിപ്പനിക്കാണ് കൂടുതൽ സാധ്യത. അതുപോലെ H1N1 വരുന്നുണ്ട്. ഒരുപാട് പേര് H1N1 വൈറസ് ഫീവർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആശുപത്രിയിലൊക്കെ കൂടുതൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന അങ്ങനത്തെ കേസുകളാണ്. അതുപോലെ ന്യൂമോണിയ, പലതരത്തിലുള്ള ബാക്ടീരിയൽ ന്യൂമോണിയ ആയാലും വൈറൽ ന്യൂമോണിയ ആയാലും ഈ ഭയങ്കരമായ മഴയും തണുപ്പും കാരണം പ്രായമുള്ള ആളുകൾക്കും രോഗാതുരത കൂടുതലുള്ള ആളുകൾക്ക് ന്യൂമോണിയ വരുന്നുണ്ട്.
അതുപോലെ തന്നെ നമുക്കിപ്പോൾ കോളറ റിപ്പോർട്ട് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് അത് വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. ഹെപ്പറ്റൈറ്റിസ് എ അത് നമ്മുടെ വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. നല്ല നല്ല ക്വാളിറ്റിയുള്ള വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടാത്തത് കൊണ്ട് വരുന്ന അസുഖങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞാലും ഏറ്റവും കോമൺ ആയിട്ട് ഇന്ന് വരുന്ന പനി സാധാരണ ജലദോഷപ്പനി തന്നെയാണ്. അപ്പൊ സാധാരണ ജലദോഷപ്പനി തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഒരു പനി വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ ആശുപത്രിയിൽ ഓടിപ്പോകേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ജലദോഷവും ചുമയും അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ 3-4 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് മെല്ലെ നോക്കിയിട്ട് തുടങ്ങിയാൽ മതി ചികിത്സകളൊക്കെ. പാരസമോൾ കഴിക്കാം, വല്ല ജലദോഷത്തിന് മരുന്ന് കഴിക്കാം. എല്ലാവരും കൂടി പനിക്കാർ മുഴുവൻ എല്ലാ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ചികിത്സ കൃത്യമായിട്ട് വേണ്ട ആളുകളെ ചികിത്സിക്കാൻ ചിലപ്പോൾ നമുക്ക് സൗകര്യവും സാഹചര്യവും ഉണ്ടാവില്ല. എന്നാൽ ജലദോഷവും ചുമയൊന്നും ഇല്ലാത്ത പനി, ശക്തിയായ പനി, ഇപ്പൊ എലിപ്പനി ആണെങ്കിൽ ശക്തിയായ പനി ഉണ്ടാവും. പേശി വേദന, മസിലുകളുടെ വേദനയാണ്, പ്രത്യേകിച്ച് കാഫ് മസിൽസിലൊക്കെ ശക്തിയായ വേദന, കണ്ണിന് ചുവപ്പ് നിറം വരെ, ശക്തിയായ തലവേദന, ജലദോഷം ചുമയും കാര്യമായിട്ട് ഇല്ല. അങ്ങനെ ഒരു പനി വരികയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ചികിത്സ തേടേണ്ടതാണ്. അതുപോലെ ഡെങ്കിയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഡെങ്കിയിലും ജലദോഷം ചുമയും കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പനികൾ വരുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നേടേണ്ടതാണ്. അതുപോലെ പിന്നെ വരാവുന്ന ഈ വയറിളക്ക രോഗങ്ങളാണ്. വയറിളക്ക, ഛർദി അതിസാരം മുതലായിട്ടുള്ള. അത് കുടിക്കുന്ന വെള്ളം വളരെ ശുചിയോടുകൂടിയുള്ള വെള്ളം മാത്രം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. കഴിക്കുന്ന ഭക്ഷണം അത് ഏറ്റവും വൃത്തിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണമാണെന്ന് ഉറപ്പുവരുത്തുക. ചൂടോടുകൂടി മാത്രം കഴിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. ഡോക്ടർ എൻ എം അരുൺ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സാധാരണ ഇപ്പോൾ ഈ ഒരുപാട് വാർത്തകളും വിവരങ്ങളും ഒക്കെ ഈ വാട്സാപ്പിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയ പനി പോലും വലിയ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണോ എന്നൊക്കെ ആളുകൾ ആശങ്കപ്പെടുന്നത് കാണാം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ചെറിയ പനി ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കുക എന്നതിലേക്കാണ് ഈ മാതാപിതാക്കൾ സാധാരണ കടക്കുക. താങ്കൾ പറഞ്ഞത് ഇപ്പോൾ വൈറൽ പനി കൂടി വളരെ വ്യാപകമായി ഉള്ളതുകൊണ്ട് 2-3 ദിവസം പനിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയ ശേഷമാണ് ചികിത്സയ്ക്ക് ആശുപത്രികളിൽ പോകേണ്ടത് എന്നാണോ? ഞാൻ പറയുന്നത് ജലദോഷം ഉണ്ടോ നോക്കുക. നമ്മുടെ ജലദോഷമുള്ള പനി, സാധാരണ നമ്മുടെ മഴക്കാലത്ത് എപ്പോഴും ഉണ്ടാവുന്ന പനി ജലദോഷപ്പനിയാണ്, അല്ലെ? ഏറ്റവും അധികം ഇപ്പൊ വരുന്ന 100 പനി കേസുകൾ 90 കേസും അത് തന്നെയാണ്. മൂക്കുന്ന് ഒലിക്കുന്നുണ്ടാവും, തുമ്മലുണ്ടാവും, മൂക്ക് അടപ്പുണ്ടാവും, തൊണ്ടവേദന ഉണ്ടാവും, 2 ദിവസം കഴിഞ്ഞ് ചെറിയ ചുമയുണ്ടാവും. ഇത് വളരെ കോമൺ ആയിട്ടുള്ള, യൂഷ്വലി റൈനോ വൈറസ്, അഡിനോ വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ട് മഴ കൊണ്ടാൽ വരുന്ന പനി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ടൈപ്പ് പനിയായിരിക്കും. അങ്ങനത്തെ പനിയാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ അത് രണ്ടും ഇല്ല വിചാരിക്കും, ജലദോഷമില്ല, ചുമയില്ല, തൊണ്ടവേദനയില്ല, ശക്തിയായ പനിയില്ല, 102-ന്റെ മുകളിലൊക്കെ പനിയുണ്ട്, എനിക്ക് നടക്കാനേ വയ്യാത്ത, അങ്ങനെ ഒരാൾ ഫസ്റ്റ് ഡേ തന്നെ ആശുപത്രിയിൽ പോയാൽ തെറ്റൊന്നുമില്ല, പോവാം, കുഴപ്പമില്ല. ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ പോവാം. പക്ഷെ അതില്ലാതെ ജലദോഷം ചുമയുണ്ട്, ഒരു ചെറിയ പനിയേ ഉള്ളൂ, വലിയ നമുക്ക് അറിയാവുന്ന ഒരു യൂഷ്വൽ തരത്തിൽ പനിയാണെങ്കിൽ, പ്രത്യേകിച്ച് വീട്ടിലൊരു 3-4 പേർക്ക് ഉണ്ട്, ഒരാളുടെ കുട്ടിക്ക് കൊണ്ടുവന്നു, പിറ്റേ ദിവസം അച്ഛന് കിട്ടി, 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മൂമ്മയ്ക്ക് കിട്ടി, ആ ടൈപ്പ് പനികൾ നമ്മുടെ സാധാരണ മഴക്കാലത്ത് ജലദോഷ പനിയാണ്. അത് സാധാരണ നിലയിൽ പ്രശ്നം വരാറില്ല. എങ്കിലും രോഗാതുരത കൂടുതലുള്ള, ഇപ്പം ഹൈ ഷുഗർ ഉള്ള, അല്ലെങ്കിൽ വളരെയധികം പ്രായമുള്ള, കാർഡിയാക് പ്രോബ്ലംസ് ഉള്ള, കിഡ്നി പ്രോബ്ലംസ് ഉള്ള, അങ്ങനെയുള്ളവരൊക്കെ ഈ പനിയാണെങ്കിൽ ശ്രദ്ധിക്കണം. അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, ജലദോഷവും ചുമയും കൂടിയുള്ള പനിയാണെങ്കിൽ, നേരിയ പനിയാണെങ്കിൽ 100, 99, 100, 101 വരെ മാത്രം നിൽക്കുന്ന പനി ആണെങ്കിൽ 2-3 ദിവസം വെയിറ്റ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല. എല്ലാവരും കൂടി ആശുപത്രിയിൽ എത്തിയാല് പലപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ ഭയങ്കരമായ തിരക്കാണ് ഇപ്പൊ തന്നെ. അപ്പൊ നമുക്ക് ശരിക്കും ഇപ്പൊ എലിപ്പനി വന്നാലോ ഡെങ്കിപ്പനി വന്നാലോ അതിൽ പിന്നിൽ ക്യൂവിൽ നിൽക്കായിരിക്കും. അവരെത്തുമ്പോഴേക്കും ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിയും. അപ്പൊ ചിലപ്പോൾ അവിടെ കുഴഞ്ഞു വീടും മതി, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീമതി കുസുമം പുന്നപ്ര, ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഈ മഴക്കാലത്ത് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത്, അത് നഗരപ്രദേശത്തായാലും ശരി ഗ്രാമങ്ങളിലായാലും ശരി, ഈ മരം ഒടിഞ്ഞു വീണുണ്ടാകുന്ന അപകടമാണ് ഒന്ന്. അതായത് റോഡിലേക്ക് വീഴുന്നു. ഇപ്പോൾ ഇന്ന് ഒരു കണ്ണൂരിൽ ജുമാ മസ്ജിദിൻ്റെ അടുത്ത ഒരു മതില് പൊളിഞ്ഞു വീണ് അവിടെ മദ്രസയിൽ വന്ന ഒരു കുട്ടി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആ കുട്ടി ഓടി റോഡിനപ്പുറം കടന്നതുകൊണ്ട് മാത്രം ആ കുട്ടിക്ക് ജീവൻ രക്ഷിക്കാനായി. ഇതുപോലെയുള്ള അപകടങ്ങൾ, അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിൽ, പിന്നെ മിന്നൽ പ്രളയത്തിൻ്റെ സാഹചര്യം, പിന്നെ ഈ മാലിന്യം നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് തോടുകളിൽ ജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് ഈ സാധാരണ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ, ഇനിയിപ്പോഴങ്ങോട്ട് കാലാവസ്ഥ എന്ന് പറഞ്ഞത് പ്രവചനങ്ങൾക്ക് അതീതമാണ്. ഇതുവരെ നമുക്കുണ്ടായിരുന്ന അനുഭവം പോലെയല്ല, വളരെ എക്സ്ട്രീമായിട്ടുള്ള ക്ലൈമറ്റ്, വളരെ തീവ്രമായ കാലാവസ്ഥയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാതെ കിടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
നമ്മളിപ്പോൾ സമയമാകുമ്പോഴാണ് നമ്മളിതെല്ലാം, അതായത് ഒരു വലിയ മഴ വന്നു കഴിഞ്ഞു, ഇല്ലെങ്കിൽ മഴക്കാലമായി കഴിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത്. ഇപ്പോൾ ഒരു വലിയ വെള്ളപ്പൊക്കം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞതാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ തിരുവനന്തപുരത്ത് ഞങ്ങളെല്ലാവരും ഈ വിമൻസ് കോളേജിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരും എന്ന് കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇനിയത്തെ കാലത്ത് അങ്ങോട്ട് ജീവിക്കാനായിട്ട്. കാരണം കാലാവസ്ഥയിലെല്ലാം വ്യതിയാനം വന്നു. അത് നമ്മളും അതിൽ ഉത്തരവാദികളാണെന്നാണ് വലിയ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് മനുഷ്യരുടെ ഈ ഭൂമിയെ മലിനമാക്കിയത് കൊണ്ട് ഉണ്ടായ ഒരു വ്യതിയാനം കൂടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു ലക്ഷ്യമില്ലാതെ പ്ലാസ്റ്റിക് കത്തിക്കുകയും അതുപോലെ വേസ്റ്റ് കൊണ്ട് വലിച്ചെറിയുകയും അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറയാമല്ലോ, നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ കുളങ്ങളും തോടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നികത്തത്തില്ല അന്നത്തെ ആൾക്കാർ. എൻ്റെ ചെറുതിലേ അതെ, ഞങ്ങളുടെ വീട്ടിൽ കുളമുണ്ട്, തൊട്ടപ്പുറത്ത് തോടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും കാണാൻ പോലും ഇല്ല. ഉള്ള ഒരു കുളം, 1-2 കുളം അവിടെ ഉള്ളത് അത് കെയർ ചെയ്യുന്നില്ല. അതായത് മണ്ണ് അതിനകത്തോട്ട് വീണങ്ങ് നിറഞ്ഞിട്ട് ഒരു മഴ വരുമ്പം തന്നെ ആ വീടുകളിലേക്ക് വെള്ളം കയറുക. അതുപോലെ തന്നെയാണ് നമ്മുടെ നദികളും തോടുകളും. തോടുകൾ ഇപ്പോൾ ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല, തോടുകളെല്ലാം റോഡാക്കി കഴിഞ്ഞു. അപ്പോൾ അത് ഈ വെള്ളം എങ്ങോട്ടാണ് ഒഴുകി പോകേണ്ടത്, അത് വേറൊരു ചോദ്യമാണ്. അപ്പോൾ ഈ തോടുകളും കുളങ്ങളും ഒക്കെ പണ്ട് നമ്മുടെ പൂർവികർ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. 99 വെള്ളപ്പൊക്കം നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയൊക്കെ ചെറുതിൽ അത് കണ്ട ആൾക്കാരാണ്. അപ്പോൾ പറഞ്ഞ് ഇതൊന്നും അറിയാം. അപ്പോൾ അന്നും ഈ കുറേ ഭാഗത്തെ അത് ഏശിയുള്ള 99 വെള്ളപ്പൊക്കം, ബാക്കിയുള്ളിടത്തത് വലിയ കാര്യമായിട്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. പക്ഷേ ഇതിപ്പോൾ അങ്ങനല്ല. കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റാത്ത വിധം, പ്രവചിക്കാൻ പറ്റാത്ത വിധമാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴാണ് മഴ വരുന്നതെന്നോ, ഇപ്പോൾ ഈ ശരിക്കും ഈ മാസം മഴ നമുക്ക് പകുതി കഴിയുമ്പോൾ കുറയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിച്ചാണ്, കൂടിക്കൊണ്ടുവരികയാണ്. ആഗസ്റ്റ് ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല, ജൂലൈ അവസാനമൊക്കെ ആകുമ്പോൾ, ഞങ്ങളുടെയൊക്കെ ചെറുതിൽ ജൂലൈ അവസാനമൊക്കെ ആകുമ്പോൾ പിന്നെ മഴയില്ല പകുതി കഴിയുമ്പോൾ. അപ്പോൾ ആ കാലാവസ്ഥാ വ്യതിയാനം വന്നെങ്കിൽ അത് മനുഷ്യനും കൂടെ അതിന് ഉത്തരവാദികളാണ്. ഈ താമസിക്കുന്ന നമ്മളൊക്കെ അതിൽ ഉത്തരവാദികളാണ്. കാരണം ഒരിടയ്ക്ക് കോർപ്പറേഷൻ തോറും ഈ മഴക്കുഴി ഉണ്ടാക്കണമെന്ന് നിർബന്ധമാക്കിയായിരുന്നു. ഇപ്പോൾ അങ്ങനൊന്നും ഒരു സംഭവം കോർപ്പറേഷനും അതായത് വീട് വയ്ക്കുമ്പം തന്നെ മഴക്കുഴിയും കൂടെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊരു മഴക്കുഴിയുണ്ട്. ഇതിന് മേളിലുള്ള 3 വീട്ടുകാർക്കും മഴക്കുഴിയില്ല. അപ്പോൾ അത്രയും വെള്ളം കൂടെ, ഇതിച്ചിട്ട് ഞങ്ങളുടേത് എൻഡിലുള്ള വീടായതുകൊണ്ട് ആ 3 വീട്ടിലെയും കൂടെ വെള്ളം ഒഴുകി ഈ മഴക്കുഴിയിലോട്ടാണ് വരുന്നത്. ഒന്നുമില്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു മഴക്കുഴി ഈ 4 വീട്ടുകാർക്ക് കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അച്യുതാനന്ദ സഖാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അരുവിക്കരയല്ല, ഞാൻ കലക്ടറോണിൽ ജോലി ചെയ്തിരുന്നത്, ഞങ്ങൾ പോയി അതൊക്കെ കണ്ടതാണ് അരുവിക്കരയ്ക്കടുത്തുള്ള കരകുളത്ത്. അപ്പോൾ ആ അരുവിക്കരയിലെ കുറേ മണ്ണ് മലങ്കൂന പോലെ അദ്ദേഹം അന്ന് വാരി ഒരിടത്ത് കൂട്ടിച്ച് ഇട്ടിരിക്കുന്ന കണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഭരണാധികാരികൾ. അല്ലാതെ മഴ വരുമ്പോൾ ഉടനെ തന്നെ മഴ വന്ന് വെള്ളം പൊങ്ങി അതായത് ഈ വെള്ളം ഒന്നും പിടിക്കാനുള്ള സ്ഥലമില്ലല്ലോ, കുളമില്ല, തോടില്ല, ഒന്നുമില്ല. ഇപ്പം എല്ലാം നികത്തി എല്ലാം വീട് മണിമാളികയാക്കി കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. ഞാൻ പറയുന്നത്, ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ തന്നെ, ഞാനങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ തന്നെ പറയുക, നമ്മളിതിൻ്റെ ഉത്തരവാദികളാണ്. പിന്നെ എല്ലാ വീട്ടിലും, ഒരൊറ്റ വീട്ടിൽ ഇപ്പം ഈ ഇൻ്റർലോക്ക് ഇടാത്ത വീടുകളില്ല, മുറ്റത്തും എല്ലാം ഇൻ്റർലോക്ക്, കാണുന്നിടത്തെല്ലാം ഇൻ്റർലോക്കാണ്. അപ്പം വെള്ളം ഭൂമിയിലോട്ട് പോകാനും നിവൃത്തിയില്ല. അതെങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒഴുകി അങ്ങോട്ട് പോകുമല്ലേ നിവൃത്തിയുള്ളൂ. അങ്ങനെ വലിയ ഷോപ്പിംഗ് മാളിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ചെന്നാൽ ഇൻ്റർലോക്ക് ഇട്ടേക്കുവാണ്, മണ്ണൊന്നുമില്ല, എങ്ങും മണ്ണില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട്, ഇപ്പോൾ ഒരു മഴ വരുമ്പോഴല്ല നമ്മൾ ഇങ്ങനെ വരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അടുത്ത വർഷമെങ്കിലും അതിനുള്ള തയ്യാറെടുപ്പെടുക്കണം. എനിക്കതേ പറയാനുള്ളൂ. ഡോക്ടർ എൻ എം അരുൺ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നഗര ഗ്രാമ വ്യത്യാസമില്ല, ഒരു നീണ്ടുകിടക്കുന്ന ഒരു നഗരമായി നമുക്ക് കേരളത്തിനെ പൊതുവിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ആളുകൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ ഇപ്പോൾ പല ജില്ലകളിലും സ്കൂളുകൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ ഒന്നും അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്നു. അവർക്ക് ഈ പറഞ്ഞതുപോലെ പുഴയും തോടും ഒക്കെ കടന്ന് സ്കൂളുകളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. കനത്ത മഴ സ്വാഭാവികമായും ഈ പകർച്ചവ്യാധി വ്യാപനത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ, ഇപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിൽ, വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ, അതുപോലെ യാത്രയുടെ കാര്യത്തിൽ, ഇതിലൊക്കെ നമുക്കൊരു പ്രത്യേക ശ്രദ്ധ ഈ ദിവസങ്ങളിൽ വേണം എന്നാണോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പേടിക്കേണ്ട പനി എലിപ്പനി തന്നെയാണ്. മരണങ്ങൾ ഉണ്ടാക്കാൻ
ഏറ്റവും അധികം മരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എലിപ്പനി തന്നെയാണ്. അപ്പോൾ എലിപ്പനിക്ക് ഞാൻ പറഞ്ഞു നേരത്തെ, കാലുകളിൽ എന്തെങ്കിലും ചെറിയ മുറിവുണ്ടെങ്കിൽ അതിൽ കൂടെ നമ്മുടെ ഈ ചെളിവെള്ളം കയറുകയാണെങ്കിലാണ്, ചെളിവെള്ളത്തിൽ രോഗാണു കയറുമ്പോഴാണ് എലിപ്പനി വരുന്നത്. അപ്പോ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും കാലിൽ മുറിവ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത് വൃത്തിയായിട്ട് മുറിവുകൾ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്യുക. വലിയൊരു മുറിവ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അവരെ അന്ന് വിടാതെ നോക്കുക. അതുപോലെ അതിനേക്കാളും എനിക്ക് തോന്നുന്നത് വെള്ളത്തിൽ തന്നെ പണിയെടുക്കുന്ന ആളുകളുണ്ട്, അവരൊക്കെയാണ് ഏറ്റവും പ്രശ്നം. അങ്ങനെയുള്ളവർക്ക് ബൂട്ട്സ് കൊടുക്കണം. കൃഷി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ കിണർ പണിക്കാരായിരിക്കാം, വേറെ എന്തും. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ പോലീസുകാരും അതുപോലെയുള്ള KSEBക്കാർ, വാട്ടർ അതോറിറ്റി, ഇതെല്ലാം തന്നെ പണിയെടുക്കുന്ന പലപ്പോഴും വെള്ളത്തിൽ ഇറങ്ങിയിരുന്ന് പണിയെടുക്കേണ്ടി വരും. അപ്പൊ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാല് നല്ല ബൂട്ട്സ് കൊടുക്കണം. ഇന്നത്തെ കാലത്ത് അതിന് വേണ്ടിയിട്ടുള്ള ബൂട്ട്സ് ഉണ്ടാക്കിയിട്ട് അത് തയ്യാറാക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും മലിനജലം കാലിലേക്ക് നേരി വരാതെ, അല്ലെങ്കിൽ കാലിൽ ചെറിയ മുറിവുണ്ടെങ്കിൽ അത് വരാതെ നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ സ്ഥലങ്ങൾ വർക്ക് ചെയ്യുന്നു സ്ഥിരമായിട്ട്, എനിക്ക് സ്കൂൾ വിദ്യാർത്ഥികളെക്കാട്ടും ഈ വർക്കേഴ്സിന് ഡോക്സിസൈക്ലിൻ എനിക്ക് തോന്നുന്നു കൊടുക്കുന്നുണ്ട്. ഡോക്സിസൈക്ലിൻ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്ക് ഇതുപോലെ ഒരു പനി വരികയാണെങ്കിൽ ശക്തിയായ പേശീവേദനയോടുകൂടി, തലവേദനയോടുകൂടി പനി വളരെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ചാൽ എലിപ്പനിക്ക് വളരെ നല്ല റിസൾട്ടാണ്. വൈകുന്നേരം എലിപ്പനി പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് എലിപ്പനിയാണെങ്കിൽ നമ്മൾ ഈ ഇപ്രാവശ്യം മഴ പെയ്യുമ്പോൾ പേടിക്കേണ്ടത് എലിപ്പനിയാണ്. ഡോക്ടർ, ഇതിപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഈ പകർച്ചവ്യാധി ഭീഷണിയൊക്കെ കുറെ കൂടി രൂക്ഷമായിട്ടുണ്ടെന്നാണോ, അതോ ഇത് പതിവുള്ളതാണോ നമുക്ക്? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലൊക്കെ മഴ കുറച്ച് കൂടുതലുണ്ടാവും. മെയ് മാസം മുതൽ മഴയുണ്ട്. മെയ്, ജൂൺ, ജൂലൈ ആയപ്പോഴും നല്ല മഴയുണ്ട്. കഴിഞ്ഞ വർഷം എന്റെ ഓർമ്മയിൽ ജൂണിലൊക്കെ മഴ വളരെ കുറവായിരുന്നു. മഴ കുറച്ച് കൂടുതലുണ്ട്, അതായിരിക്കും ഒരു കാരണം. പക്ഷേ ഈ കൊളറ, മലമ്പനിയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം അങ്ങനെ കാണാത്ത സംഭവങ്ങളാണ്. അതുപോലെ ഡെങ്കി ഒരു സൈക്ലിക്കലാണ്. ഒരു വർഷം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം ഉണ്ടാവില്ല, പിന്നെ ആദ്യം വരും. നമ്മൾ ഡെങ്കി കഴിഞ്ഞ വർഷം കാര്യമായിട്ട് വരുന്ന പ്രതീക്ഷിച്ച് വന്നില്ല, ഈ വർഷമാണ് വന്നത്. അപ്പോൾ അത് എത്ര പേര് സസെപ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ എത്ര പേര് ഉണ്ടെന്നനുസരിച്ചാണ് ഡെങ്കി വരുന്നത്. അതുപോലെ ഇതുപോലെ മഴ പെയ്താൽ ഡെങ്കി ഒന്ന് മാറി നിൽക്കും. വിട്ടുവിട്ടുള്ള ഇടയ്ക്ക് മഴ പെയ്യുന്ന, പിന്നെ വെയില്, പിന്നെ മഴ, അങ്ങനെയെല്ലാം ഡെങ്കി കൂടുതൽ വരിക. ഇങ്ങനെയുള്ള മഴയിൽ നമുക്ക് കൂടുതൽ പേടിക്കേണ്ട എലിപ്പനിയാണ്. പിന്നെ നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ മലിനമായി കഴിഞ്ഞാൽ ഈ മറ്റേ വയറിളക്കം മാതിരിയിട്ടുള്ള രോഗങ്ങൾ, ഇപ്പോ കിണറൊക്കെ വളരെ മോശമാവുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള വെള്ളക്കെട്ട് വരുമ്പോൾ സെപ്റ്റിക് ടാങ്കിലുള്ള വെള്ളമൊക്കെ ചിലപ്പോൾ കിണറ്റിലേക്കും പുഴയിലേക്കും മറ്റൊക്കെ പോകുമ്പോൾ വെള്ളം വളരെ മോശമാവും. അപ്പൊ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ എന്ത് വെള്ളത്തിലാണ് പാചകം ചെയ്യുന്നത് നമുക്ക് അറിയില്ല. പലപ്പോഴും പുറത്തുനിന്ന് ചൂടാവാത്ത സാധനങ്ങൾ, ഇപ്പൊ മോര്, ചട്നി, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ അവർ മലിനജലം ഒഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും. ചൂടുള്ള സാധനങ്ങൾ മാത്രം കഴിക്കേണ്ടി വരും. പുറത്തുനിന്ന് കഴിക്കാൻ പലരും നിർബന്ധിതരാകും. അങ്ങനെയുള്ള ഒരു ചൂടുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുക. മലിനജലം തീരെ നമ്മുടെ വയറ്റിൽ എത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ. ഒരിക്കലും വീട്ടിലൊക്കെ ഇപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ആ രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ട് ഈ വയറിളക്ക രോഗങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ പൊതുവല ഉപയോഗിക്കാൻ പറ്റും, അത് ചെയ്യാം. അതുപോലെ തന്നെ ജനലുകളിലൊക്കെ നെറ്റ് ഇടാൻ പറ്റുന്നത് ചെയ്യാം. സാധിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. അസുഖം വന്ന ആളുകളെ, ഇതുപോലെ ഇപ്പൊ ഡെങ്കിയൊക്കെ വന്ന ആളുകൾക്ക് പൊതുവല കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് വരാൻ പകരില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മൾ ഡെങ്കി വരുന്ന നമ്മുടെ ചുറ്റുമുള്ള വെള്ളക്കെട്ടുകളാണ്. അത് നമുക്ക് ഡെയിലി ക്ലിയർ ആക്കാൻ പറ്റും. ദിവസം നമുക്ക് ചുറ്റും വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ശരിയാക്കാൻ പറ്റുമെങ്കിൽ ഡെങ്കി വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ശരി ഡോക്ടർ, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. നമുക്ക് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കാം. അതിഥികളും നമ്മളോടൊപ്പം തുടരും. ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ പ്രധാനമായും കേരളത്തിൽ അതിശക്തമായ മഴ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് വീണ്ടും അതിഥികളിലേക്ക് പോകാം. ഏതായാലും വെള്ളക്കെട്ടിൽ ഈ കുട്ടികളെയും കൊണ്ട് സ്കൂൾ ബസ് ഇറക്കിയ ഡ്രൈവർമാർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് കരുതാം. ഡോക്ടർ NM അരുൺ IMAയുടെ പ്രതിനിധിയായിരുന്നു നേരത്തെ നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ പൊതുപ്രവർത്തക ശ്രീമതി കുസുമം പുന്നപ്ര നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി കുസുമം, ഇപ്പോൾ ഈ പ്രധാനമായിട്ട് നമുക്കറിയാം, ഇത്തരം വലിയ മഴയും ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ പ്രഖ്യാപിക്കുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കാത്ത ചില ജില്ലകൾ ഉണ്ട്. അവിടെ ഇപ്പോൾ ഈ സ്കൂൾ കഴിഞ്ഞ് മടങ്ങുന്ന കുട്ടികളെയും കൊണ്ടുവരുന്ന സ്കൂൾ ബസ് ഡ്രൈവർമാർ അവർ കാണിക്കുന്ന ഈ സാഹസിക യാത്രകളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇത്തരം സന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിൽ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകേണ്ടതല്ലേ? ഈ വലിയ പെരുമഴക്കാലത്ത് ആ കുട്ടികളെ കൊണ്ടുവന്ന് വെള്ളത്തിനകത്ത് കൊണ്ടുവന്ന് ഇറക്കിയ ഡ്രൈവർമാരുടെ കാര്യം നമുക്ക് എന്ത് പറയാൻ അതിനൊക്കെ മിച്ചം. പിന്നെ ഇതിന് വേറൊരു വശം കൂടെ ഉണ്ട്. അതായത് ഈ അച്ഛനും അമ്മയും ജോലിയുള്ളവരുടെ മക്കളായിരിക്കും ഇത്. അപ്പം ഇവരെ ഏതെങ്കിലും സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടെങ്കിലേ അവർക്ക് ജോലിക്ക് പോകാനും പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വേറൊരു വശം കൂടി ഇതിനകത്തുണ്ട്. കാരണം ഞങ്ങളൊക്കെ രണ്ടുപേരും ജോലി ആയിട്ടിരുന്നപ്പോഴും
ലീവ് എടുക്കേണ്ട ബുദ്ധിമുട്ട്, ലീവ് ഇല്ലാത്തപ്പം നമ്മൾ ചെയ്യുന്നതും സ്കൂളിൽ എങ്ങനെയെങ്കിലും കുട്ടികളെ പറഞ്ഞു വിടാനേ നോക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ വരുന്ന ഇതുപോലുള്ള ഇതുപോലെ പെരുമഴ ആയിട്ട് വന്നിരിക്കുമ്പം കുഞ്ഞുങ്ങളെ വിടാനും പറ്റത്തില്ല. അപ്പം ചെയ്യേണ്ടത് ഇവർക്ക് സ്പെഷ്യൽ ലീവോ എല്ലാം കൊടുത്ത് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വീട്ടിലിരിക്കാനുള്ള ആ അറേഞ്ച്മെൻറ്റും കൂടെ സർക്കാർ നോക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു അമ്മയെന്ന നിലയിലും എനിക്കങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഈ ശ്രദ്ധയില്ലാത്ത ഡ്രൈവർമാരെ സ്കൂളിൽ പിന്നെ വണ്ടി ഓടിക്കാനും ഒക്കെ ആക്കുന്ന അത് വേറൊരു അപകടമാണ്. ഇത്രയും വലിയ മഴയത്ത് കൊച്ചു കുട്ടികളായിരിക്കുമല്ലോ, ഇല്ല എന്താണേലും അവർ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതിന് സർക്കാർ അത് പിന്നെ നല്ല ശ്രദ്ധ അതിൽ കൊടുക്കണം, അധികാരികളെല്ലാം. ഇതാണ് എൻ്റെ അഭിപ്രായം. അതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീമതി കുസുമം പുന്നപ്ര ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താങ്കൾ വന്നതിന്.